ബ്രോക്കോളി കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ? ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി. ഞാൻ ഹൈദരാബാദിലുള്ള ടൈമിൽ എടുത്തതാണ്. ഇപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത്. അതിനായിട്ട് ഞാൻ ഒരു ബ്രോക്കോളി ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി അത് ബോയിൽ ചെയ്തെടുക്കണം. ബ്രോക്കോളി ബോയിൽ ചെയ്ത സമയത്ത് വേറൊരു മണമായിരുന്നു. ചിലർക്ക് അതിന്റെ സ്മെൽ ഇഷ്ടപ്പെടത്തില്ല. ഞാനിവിടെ 3 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. അതും ബോയിൽ ചെയ്യാൻ വെക്കണം. അതിനിടയിൽ ഞാനൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഗൗരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കുടിച്ചതിന് ശേഷം അവള് വാരി വലിച്ച് എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു ഗൈസ്. ഇനി ഈ കട്ട്ലറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനൊരു 3 സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ മാഷ് ചെയ്തും വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്ത ബ്രോക്കോളിയും ഒന്ന് ഉടച്ച് ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും എരിവിന് ആവശ്യമായ പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി, ഒരുപാട് ആവാൻ പാടില്ല. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ഒരുപാട് മൂത്ത് പോകാനും പാടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രോക്കോളി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതൊന്ന് നന്നായി മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാഷ്ഡ് പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണേ. ഈ പൊട്ടറ്റോ കൂടി ആഡ് ചെയ്തതിന് ശേഷം കുരുമുളകും കൂടി ഇട്ടിട്ട് വേണം ഇളക്കാൻ. ഞാൻ കുരുമുളക് ഇടാൻ ആദ്യം മറന്നു പോയിരുന്നു, പിന്നെയാണ് ആഡ് ചെയ്തത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും കുരുമുളകും കൂടി ഇടാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 3 മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന പോലെ തന്നെ കട്ട്ലറ്റിന്റെ ആ ഒരു ഷേപ്പിലാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ടാണ് എണ്ണയിലോട്ട് ഇടുന്നത്. ഞാൻ ഇതേപോലെ ആ മസാല എടുത്ത് ഷേപ്പാക്കി അപ്പയുടെ കൈ കൊടുക്കും. അപ്പം അത് മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ടാണ് ആ പ്ലേറ്റിലോട്ട് വെക്കുന്നത്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഗൈസ് ഇത് ഫ്ലോപ്പ് ആവും. പക്ഷേ ഫ്ലോപ്പ് ആയിട്ടില്ലായിരുന്നു, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ആ മസാല മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചെടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാവും. അത് കഴിഞ്ഞ് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കട്ട്ലറ്റ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പയാണ് ഓരോന്നോരോന്ന് എടുത്തിടുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് പല ഷേപ്പായി പോകും, അതുകൊണ്ട് അപ്പയാണ് എല്ലാം എടുത്തിടുന്നത്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡ് നന്നായി ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയി പോണ്ട, കൂടുതലായാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ഒരു നോർമൽ രീതിയിൽ മതിയാവും. ഫൈനലി നമ്മുടെ കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയും ഇല്ല. ഒരു ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളെല്ലാവരും കൂടി ചായയും കൂടി ഇട്ടിട്ട് എല്ലാവരും കൂടി കൂടിയിരുന്ന് കഴിച്ചു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു. വേറെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.